സ്വാഭാവികമായിട്ടും ഈ വാർത്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഈ ക്രൈം വാർത്തകൾ കൂടി എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട്. കൊലയും ഒക്കെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മലപ്പുറം വഴിക്കടവിൽ നിന്നാണ് അത്തരമൊരു വാർത്ത വരുന്നത്. സഹോദരനെയാണ് കുത്തിക്കൊന്നത്. വഴിക്കടവ് നായ്ക്കൻകൂളി മോളുകാലയിൽ വർഗീസാണ് കൊല്ലപ്പെട്ടത്. വർഗീസിന്റെ ജ്യേഷ്ഠൻ രാജുവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജംഷീർ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയാണ് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വഴിക്കടവ് നായൻകുളി മോളുക്കലായിൽ വർഗീസ് എന്ന 53-കാരനാണ് സ്വന്തം സഹോദരന്റെ കുത്തേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വർഗീസിന്റെ ജ്യേഷ്ഠൻ രാജുവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ഈ രാജു മദ്യപിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം ഒരു വീട്ടിൽ തന്നെ, സഹോദരങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഈ രാജുവിന്റെ മക്കളെയൊക്കെ നോക്കിയിരുന്നതും അവരെ പരിപാലിച്ചിരുന്നതെല്ലാം തന്നെ മരിച്ച വർഗീസ് ആണെന്നാണ് പോലീസ് പറയുന്നത്. ഈ രാജു മദ്യപിച്ച് വന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിനിടെ ഈ വർഗീസിനെ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ വർഗീസിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.